ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കാണിക്കുന്നത് ക്രിസ്മസിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ നല്ലൊരു മാർബിൾ കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്നാണ്. നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല ഫ്ലഫിയും മോയിസ്റ്റും ആയിട്ടുള്ള നല്ലൊരു കേക്കാണ്. നല്ല ഒരു കേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സ് ഇതിൻ്റെ തുടക്കത്തിലും ലാസ്റ്റും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. കേക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വേണ്ടത് 2 കപ്പ് മൈദ മാവ്, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പ്, 1/2 കപ്പ് പഞ്ചസാര. ഈ 1/2 കപ്പ് പഞ്ചസാര നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു 3 പ്രാവശ്യം അരിച്ചെടുക്കണം. ഇനി വേണ്ടത് ലിക്വിഡ് ഇൻഗ്രീഡിയൻസാണ്. 4 മുട്ടയും 2 ടീസ്പൂൺ വാനില എസൻസും. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 5-6 മിനിറ്റ് മിക്സാക്കി കഴിഞ്ഞ ശേഷം നല്ല ഫ്ലഫി ആയിട്ട് വരും. അപ്പോൾ അതിലേക്ക് 2 കപ്പ് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനിപ്പോൾ വിസ്ക് കൊണ്ടാണ് മിക്സ് ചെയ്തത്. ഇലക്ട്രിക് ബീറ്റർ ഉണ്ടെങ്കിൽ അതുകൊണ്ടും ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അരിച്ച് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ മാവില്ലേ, അത് നമുക്ക് ഇടയ്ക്കിടയ്ക്കായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ വിസ്ക് കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുത്തത്. സ്പാറ്റുല ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഈ ബാറ്റർ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലോട്ട് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. രണ്ട് കളറായിട്ടാണല്ലോ മാർബിൾ കേക്ക് ഇരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കൊക്കോ പൗഡർ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു കാൽ കപ്പ് പാലൂടെ ചേർത്ത് നന്നായിട്ട് മിക്സാക്കി, എന്നിട്ട് ഇതുപോലെ 2 സ്പൂൺ കേക്കിൻ്റെ മിക്സ് കൂടെ ഇതിലോട്ട് ആക്കി കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്ത മിക്സ് വളരെ കുറച്ച് മതി. കേക്കിൻ്റെ ടിന്ന് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ടിന്നിലോട്ട് ആക്കി കൊടുക്കണം. അതിനുശേഷം കൊക്കോയുടെ ലെയർ ആദ്യം തയ്യാറാക്കിയ ബാറ്റർ കൂടെ ആക്കി കൊടുത്ത് ഒരു ഫോർക്ക് കൊണ്ട് നന്നായിട്ട് വരഞ്ഞു കൊടുക്കണം. എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ വരഞ്ഞു കൊടുത്തപ്പോഴത്തേക്കും താഴെ വരെ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കേക്ക് തയ്യാറാക്കി വന്നപ്പം ഏറ്റവും അടിഭാഗത്ത് ഈ മാർബിളിൻ്റെ ഡിസൈൻ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫോർക്ക് കൊണ്ട് ആക്കുമ്പോഴത്തേക്കും താഴെ തട്ടായിരിക്കും നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക. അപ്പോൾ കേക്ക് തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാൻ ഓവൻ ഒരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫ്ലഫി ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ആവശ്യത്തിനുള്ള മധുരമായിരുന്നു. അപ്പോൾ എല്ലാവരും തയ്യാറാക്കണം. വളരെ എളുപ്പമാണ്. ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അതേപോലെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഈ വരുന്ന ക്രിസ്മസിന് എല്ലാവരും ഈ കേക്ക് ഒന്ന് തയ്യാറാക്കി നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണേ. ബൈ ഫ്രണ്ട്സ്, ടേക്ക് കെയർ. എല്ലാവർക്കും മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.